അങ്ങോട്ട് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി പോയി ഒരു പഴയ ബിൽഡിങ്ങാണ്. അപ്പോൾ പോയ സമയത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ശരിക്കും ഇങ്ങനെ ഹോൾഡ് ചെയ്തു. അറിയാലോ, പെട്ടെന്ന് എട്ടി നോക്കുമ്പോൾ ഇത്രയും നല്ല ഹൈറ്റുള്ള ആളാണ്. അപ്പം ഞാൻ നോക്കുമ്പം ഈ ആക്ടറാണ്. അപ്പം എന്താണ് അങ്ങനെ, അതായത് വിത്തൗട്ട് പെർമിഷനാണ്, ഒരു ഹിൻഡും ഇല്ല. ഞാൻ ആദ്യമായിട്ട് ആ മനുഷ്യനെ കാണുന്നതാണ്. ആ ലൊക്കേഷനിൽ പോയി ആദ്യത്തെ ദിവസമാണ് ഞാൻ കോസ്റ്റ്യൂം ചെയ്ത് അഭിനയിക്കാൻ വേണ്ടി നിൽക്കുവാണ്. അങ്ങനെ നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മുഖംമൂടികൾ ഓരോന്നായി അഴിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഓരോ ദിവസവും ഇപ്പൊ ഓരോ നടന്മാർക്കെതിരെയാണ് ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയാസ് ഇതെല്ലാം കൃത്യമായി പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുകയാണോ എന്നുള്ളതാണ്. എന്റെ ഒരു തോന്നലാണ് കേട്ടോ ഞാൻ പങ്കുവെക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ, നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ ആരോപണങ്ങളും അനുഭവങ്ങളും എല്ലാം പങ്കുവെക്കുന്ന പെൺകുട്ടികളെല്ലാം സ്വമേധ്യ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയോ അതല്ലെങ്കിൽ ലൈവ് വന്നിട്ടോ അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടിട്ടോ ഒന്നുമല്ല പുറത്തേക്ക് അവരുടെ ആരോപണങ്ങൾ പങ്കുവെക്കുന്നത്. ഇവരെല്ലാവരും മെയിൻ സ്ട്രീം മീഡിയാസിലൂടെയാണ് കാര്യങ്ങൾ തുറന്നു പറയുന്നത് അല്ലെ. സാധാരണ ഇതിനു മുമ്പ് വരുന്ന അലിഗേഷൻസ് ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചതാണ്. സ്വമേധ്യ ലൈവ് വന്നിട്ടാണ് എല്ലാവരും ചെയ്യാറ്. പക്ഷെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ്, ഓരോ ചാനലുകളിൽ വന്നിട്ട് തുറന്നു പറച്ചിലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അതും ഓരോ ദിവസവും ഓരോ നടന്മാർക്കെതിരെ അല്ലെ. ഒരുപക്ഷെ ഇവിടുത്തെ മെയിൻ സ്ട്രീം മീഡിയാസ് പണ്ട് നടന്ന കാര്യങ്ങളൊക്കെ ഓർത്തെടുത്തുകൊണ്ട് അവര് തേടി ചെല്ലുന്നതാകാം. എന്തായാലും ഇപ്പൊ വന്ന് അങ്കരാപ്പിലായിരിക്കുന്നത് നമ്മുടെ നടൻ ജയസൂര്യ. അതെ, ജയസൂര്യക്കെതിരെ ഇപ്പൊ ഒരു നടി രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പുള്ളിക്കാരി ഡയറക്റ്റ് ആയിട്ട് ജയസൂര്യാണ് എന്നോട് മോശമായി പെരുമാറിയതെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ പുള്ളിക്കാരി നൽകിയ സൂചനകളൊക്കെ വെച്ച് നമ്മൾ ഒപ്പിച്ചു നോക്കുന്ന സമയത്ത് അത് ജയസൂര്യാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. എന്തായാലും പുള്ളിക്കാരുടെ ആരോപണം നമുക്കൊന്ന് കണ്ടുനോക്കാം. 2013 ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ജോയിൻ ചെയ്ത സമയമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ സൂപ്പർ താരങ്ങളിൽ കുറച്ച് ഏജല്ല, യുവ നടന്മാരിൽ പെടുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമ ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് തൊടുപുഴ പോയി ചെറിയൊരു വേഷം ചെയ്യാനാണ്. ഒരു ഓഫീസ് സ്റ്റാഫായിട്ടാണ് ആ സിനിമയിൽ ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ജൂനിയർ ആർട്ടിസ്റ്റാണ്, ശമ്പളം കുറവാണെങ്കിലും സിനിമയോടുള്ള അടങ്ങാത്ത പാഷൻ. അപ്പോൾ ഹസ്ബൻഡ് ട്രെയിൻ കയറ്റി വിട്ട് നമ്മൾ വളരെ സന്തോഷമായിട്ട് പോവാണ്. അവിടെ ചെന്ന് കോസ്റ്റ്യൂം തന്നു, ഞങ്ങൾ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തു. എന്നിട്ട് അവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. അപ്പോൾ ഒരു ഫാം പോലത്തെ സ്ഥലത്താണ് ഷൂട്ട് കിടക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി പോയി ഒരു പഴയ ബിൽഡിങ്ങാണ്. അപ്പോൾ പോയ സമയത്ത് പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരുന്ന മുറിയുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ശരിക്കും ഇങ്ങനെ ഹോൾഡ് ചെയ്തു. അപ്പോൾ ഞാൻ പെട്ടെന്ന് പേടിച്ചു. ഞാൻ വെച്ച് അവിടെ കുറേ കുട്ടികളെ പരിചയപ്പെട്ടിരുന്നു, പെൺകുട്ടികളാരെങ്കിലും. അപ്പോൾ കാര്യങ്ങൾ പെണ്ണിൻ്റെ അല്ല, നമ്മൾ പിടിക്കുമ്പോൾ അറിയാമല്ലോ. പെട്ടെന്ന് എട്ടി നോക്കുമ്പോൾ ഇത്രയും നല്ല ഹൈറ്റുള്ള ആളാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പം ഈ ആക്ടറാണ്. അപ്പോൾ എന്താണ് അങ്ങനെ, അതായത് വിത്തൗട്ട് പെർമിഷനാണ്, ഒരു ഹിൻഡും ഇല്ല. ഞാൻ ആദ്യമായിട്ട് ആ മനുഷ്യനെ കാണുന്നതാണ്. ആ ലൊക്കേഷനിൽ പോയി ആദ്യത്തെ ദിവസമാണ് ഞാൻ കോസ്റ്റ്യൂം ചെയ്ത് അഭിനയിക്കാൻ വേണ്ടി നിൽക്കുവാണ്. നമ്മൾ വളരെ ആങ്സൈറ്റിയിൽ നിൽക്കുകയാണ്. വളരെ ആദ്യമേ ഡയറക്ടർ പരിചയപ്പെടുത്തിയായിരുന്നു, ഇതാണ് ഇതിലെ ഹീറോ. വേറൊരു നടി ഉണ്ടായിരുന്നു, എനിക്ക് അവരെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതെല്ലാം റിവീൽ ആവുന്നതുകൊണ്ട് പറയുന്നില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് അവരെയൊക്കെ കാണുന്നത്. അങ്ങനെ സർപ്രൈസോടെ നോക്കുക, നമ്മൾ ജസ്റ്റ് എൻട്രി ആണല്ലോ. അപ്പോൾ വളരെ ആരാധനയോടെ കണ്ടിരുന്ന ഒരാളാണ് വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ വിത്തൗട്ട് പെർമിഷനാണ് നമ്മളെ ഹോൾഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ സത്യത്തിൽ പേടിച്ചു പേടിച്ചെന്ന് വെച്ചാൽ നല്ല ഷിവറിങ് ആയിപ്പോയി. നമുക്ക് അങ്ങനത്തെ ഒരു അതുവരെ ഉണ്ടായിട്ടില്ല. പെട്ടെന്ന് ഒരാളിങ്ങനെ വന്നിട്ട് അപ്പോൾ ഇങ്ങനെ ഞാൻ പേടിച്ചു. അതെന്താ ഇങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ അത് ഞാൻ പെട്ടെന്ന് ബലമായിട്ട് പിടിക്കുമ്പം ഞാൻ തള്ളി മാറ്റി. ഞാൻ പറഞ്ഞു, അപ്പോൾ എനിക്ക് കരച്ചിൽ വന്നു, ഞാൻ കരഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, വിട് എനിക്ക് സിനിമയിൽ അഭിനയിക്കേണ്ട, ഇതെന്താ നിങ്ങളിങ്ങനെ വിത്തൗട്ട് പെർമിഷൻ ഇതെന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചപ്പോൾ അത് പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചു പോയതാണ്. എനിക്ക് സോണിയനെ ഭയങ്കര ഇഷ്ടമാണ്. സോണിയ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അന്ന് സോഷ്യൽ വർക്കൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ന്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഒരുപാട് നല്ല കാര്യം ചെയ്യുന്നുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. അവിടെ വെച്ചൊരു പ്രപ്പോസ് ചെയ്യുന്ന പോലെ ഒരു നിമിഷം കൊണ്ട് ഒരാൾക്ക് അങ്ങനെ ആവുമെന്ന് അറിയത്തില്ല. കാരണം ഇതിപ്പം ചാനലിലൊക്കെ വരുവാണെങ്കിൽ കമൻറ്റിൽ അടിയിൽ ആ നായകൻ ഇത്രയും ദാരിദ്ര്യം എന്നൊക്കെ ചോദിച്ച് കമൻറ്റ് ഇടായിരിക്കും. അത് കളിയാക്കി കമൻറ്റ് ഇടാനേ പറ്റുള്ളൂ. പക്ഷേ നമ്മളെപ്പോലെ ഒരാൾക്ക് ഇപ്പോൾ വന്നിട്ട് ഇതിങ്ങനെ വെറുതെ ഒരു ആരോപണം ഉന്നയിച്ച് ഷൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. മീഡിയ അറ്റൻഷൻ അത്യാവശ്യം കിട്ടിയ ആളാണ്. അപ്പോൾ അതുകൊണ്ട് അറ്റൻഷന് വേണ്ടിയിട്ടൊക്കെ ഇപ്പോൾ നാളെ ഇപ്പോൾ പല കാര്യങ്ങളും പറയാം. എനിക്ക് അങ്ങനെ ഒരു അറ്റൻഷൻ്റെ ആവശ്യമില്ല. ഓക്കെ, അത് പറഞ്ഞൊരു പോയിന്റ് ആണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു പെൺകുട്ടി ആർക്കെങ്കിലും എതിരെ എന്തെങ്കിലും ആരോപണമായിട്ട് വരുന്ന സമയത്ത് ഇപ്പൊ ആൾക്കാർ പറഞ്ഞുണ്ടാക്കണം എന്താണ്, ഓൾക്ക് ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഓൾക്ക് സിനിമയിൽ അവസരം കിട്ടാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അല്ലെ. അങ്ങനെ ചെയ്യുന്നവരുണ്ടാകാം. പക്ഷെ നിങ്ങളൊരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ തുറന്ന് പറയുക വഴി ആ പെൺകുട്ടിക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ പെൺകുട്ടിക്ക് നേരിടേണ്ടി വരുന്ന ആക്രമണങ്ങളും ഭീഷണിപ്പെടുത്തലുകളും ഒക്കെയാണ്. പ്രത്യേകിച്ച് ഒരു വലിയ നടനെതിരെയൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ. ഫാൻസിന്റെയും മറ്റും ആക്രമണങ്ങളും ഭീഷണികളും ഒരുപാട് നേരിടേണ്ടി വരും. അത് ചില്ലറയൊന്നും ആയിരിക്കില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആളുകൾ ആ പെൺകുട്ടിയെ നോക്കി കാണുന്ന രീതിയെ മാറും. അവള് പീഡിപ്പിക്കപ്പെട്ടവളാണ്, അതല്ലെങ്കിൽ അവളൊരു മോശം അനുഭവത്തിലൂടെ കടന്നു പോയവളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആളുകൾ നോക്കി കാണുന്ന രീതിയൊക്കെ മാറും. അതുകൊണ്ടാണ് പലരും ഇപ്പോഴും മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടും മിണ്ടാതെ കുത്തിയിരിക്കുന്നത്, പുറം ലോകത്ത് ഇതൊന്നും തുറന്നു പറയാതെ ഒതുക്കുന്നത്. പിന്നെ കുടുംബത്തിൽ നിന്നുണ്ടാകുന്ന ഒറ്റപ്പെടുത്തലുകളൊന്നും ചില്ലറ ആയിരിക്കില്ല.
അതിനെല്ലാം മറികടന്നുകൊണ്ട് അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ തുറന്നു പറയുക എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ നിന്നും അതിന് ചില്ലറ കടിച്ചു പോരാ. നമ്മുടെ പാർവതി തിരുവോത്ത് തന്നെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. തുറന്നു പറഞ്ഞ കാരണമായിട്ട് എത്ര അവസരങ്ങളാണ് ആ പ്രതിഭയുള്ള നടിക്ക് നഷ്ടപ്പെട്ടത് അല്ലെ. അതുകൊണ്ട് തുറന്നു പറയുന്നവരെ ദയവ് ചെയ്ത് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് തളർത്തരുത് എന്നുള്ളതാണ്. അവർ പറയുന്നതിൽ എന്തെങ്കിലും കാമുണ്ടോ, പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അന്വേഷിക്കാം. അതല്ലാണ്ട് ഇങ്ങനെ പറയണം കൂടി ഇല്ലാണ്ടാക്കരുത് എന്നുള്ളതാണ് ഞാൻ തുടക്കത്തിൽ ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ സോണിയ മൽഹാർ എന്ന് പറയുന്ന നടി നൽകിയ സൂചനകൾ എന്തൊക്കെയാണ്? 2013 ഷൂട്ട് നടന്നതാണ്. അതുപോലെ തന്നെ തൊടുപുഴയിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. ഒരു ഫാം ഹൗസ് ആണ്. ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാറുകളിൽ പെട്ടൊരു യുവനടനാണ്. ഇത്തരം ഹിന്റുകളാണ് നൽകിയത് അല്ലെ. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ 2013 തൊടുപുഴയിൽ ഷൂട്ടിംഗ് നടന്ന ഫാം ഹൗസിനെ ബേസ് ചെയ്ത സിനിമ എന്ന് പറയുന്നത് പിഗ്മാൻ എന്ന് പറയുന്ന സിനിമയാണ്. ജയസൂര്യയുടെ പടമാണ്. പടം പൊട്ടി, അത് വേറെ കാര്യം. സോ ഗുരുജി പ്ലീസ് ലോക്ക് നടൻ ജയസൂര്യ. ലൈഫ് ലൈൻ്റെ ആവശ്യമില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പുള്ളിക്കാർ പിന്നെയും തുടർന്ന് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് അതേ നടൻ തന്നെ പിന്നീട് വൈകുന്നേരം വന്ന് തന്റെ നമ്പർ ചോദിച്ചു എന്നും താൻ അതിന് കൊടുക്കാൻ തയ്യാറായില്ല എന്നും അങ്ങനെ അന്ന് രാത്രി വീട്ടിലെത്തിയപ്പോൾ സ്വന്തം ഭർത്താവിനോട് ഈ കാര്യം തുറന്നു പറഞ്ഞു. അന്നേരം ഭർത്താവിന്റെ മറുപടി നിനക്ക് താല്പര്യമില്ല എങ്കിൽ നീ സിനിമയിൽ പോകണ്ട എന്നുള്ളതായിരുന്നു. എന്തായാലും പിന്നീട് പുള്ളിക്കാരെ അങ്ങോട്ട് പോയി ഷൂട്ട് ഒക്കെ പൂർത്തിയാക്കി 4 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നു. അങ്ങനെ തിരിച്ചു പോരാൻ നേരത്ത് ആ യുവ നടൻ തന്നോട് സോറി പറഞ്ഞു എന്നുള്ളതാണ് പുള്ളിക്കാരി പറയുന്നത്. അതിനെല്ലാം ശേഷം എനിക്കിപ്പം പുള്ളിക്കാരനോട് യാതൊരു പ്രശ്നവുമില്ല, സോറി പറഞ്ഞപ്പോൾ ഞാൻ ക്ഷമിച്ചു കൊടുത്തു, ഇപ്പൊ ഞങ്ങൾ തമ്മിൽ യാതൊരു കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ തുറന്നു പറയാൻ ഒരു അവസരം കിട്ടിയപ്പോൾ പറഞ്ഞതേ ഉള്ളൂ എന്നും പറയുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ കണ്ട സമയത്ത് നമ്മുടെ ന്യൂസ് 18കാർക്ക് കാര്യം പിടുത്തം കിട്ടി. ഇവർ ഉദ്ദേശിച്ച നടൻ ജയസൂര്യ ആണെന്നുള്ളത്. അങ്ങനെ ഇവരെന്താക്കി, സോണിയ മൽഹാറിന് ഒരു ചാനൽ ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ച് ആ ചാനൽ ചർച്ചയ്ക്ക് കൊടുത്ത് തമ്മിൽ എന്താണെന്ന് അറിയോ? ആ യുവ നടൻ ജയസൂര്യയോ പ്രതികരിച്ച് സോണിയ മൽഹാർ എന്നുള്ളത്. ഞാൻ ആ തമ്മിൽ സൈഡിൽ കൊടുക്കാം. ഇതാണ് കൊടുത്ത തമ്മിൽ. എന്തായാലും സോണിയ മൽഹാർ ചർച്ചയ്ക്കൊക്കെ വന്നിരുന്ന് ആദ്യം തന്നെ അവതാരിക ചോദിക്കുന്നത് ആരാണ് താങ്കളെ കയറി പിടിച്ചത്, ആരാണ് താങ്കളുടെ ലൈംഗിക അതിക്രമണം കാണിച്ചത്, തുറന്നു പറയാൻ താല്പര്യം ഉണ്ടോ എന്നുള്ളത്. അന്നേരം നമ്മൾ സോണിന്റെ മറുപടി നമുക്കൊന്ന് കണ്ടോക്കാം. സോണിയ മൽഹാർ വീണ്ടും ചേരുന്നു. സോണിയ കേൾക്കാമോ? കഴിഞ്ഞ ദിവസം ഈ ദുരനുഭവം പുറത്തു പറഞ്ഞപ്പോൾ ഒരു യുവനടൻ എന്ന് മാത്രമാണ് സൂചിപ്പിച്ചത്, എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞു. ഇപ്പോൾ മറ്റൊരു നടി അവരുടെ മോശം അനുഭവം പറയുമ്പോൾ ആ ആരോപണ വിധേയനായ വ്യക്തിക്ക് മുഖം നഷ്ടപ്പെടുന്നു. അയാൾ എത്ര ഉന്നതനാണ് സിനിമയിലെന്ന് നമുക്കറിയാം. അയാൾക്ക് താരസംഘടനയായ അമ്മയിലെ പദവി രാജിവെച്ച് പോകേണ്ടി വരുന്നു. ഈ ഘട്ടത്തിൽ ആരാണ് എന്ന് വെളിപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ അദ്ദേഹത്തിന്റെ പേര് ഇനി പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സബ്ജക്റ്റിലേക്ക് കിടക്കണ്ട. ബിക്കോസ് അവർക്ക് ആ ഒരു സമയത്ത് ഇത്രയും വർഷമായി ഞാനത് എന്നോട് മാപ്പ് പറഞ്ഞു, ആ പ്രശ്നം പരിഹരിച്ച് പിന്നീട് ഒരിക്കൽ പോലും ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരുന്നു. അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉള്ളതാണ്. പക്ഷെ ഏതെങ്കിലും സോഷ്യൽ വർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ് സമൂഹത്തിന് ചെയ്യണമെങ്കിൽ അതേപോലെ ചെയ്തു കൊടുക്കണം. മാപ്പ് പറഞ്ഞ് വളരെ മാന്യമായിട്ടാണ് ഇപ്പോൾ ഒരു വാക്കുണ്ടെങ്കിലും എനിക്ക് അദ്ദേഹത്തിന് ഒരു പിന്നീട് വന്നിട്ടില്ല. പക്ഷെ ഇതിപ്പോ എന്തിനാണ് അന്ന് നടന്നിട്ട് പറഞ്ഞു വെച്ചത്, ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ നമുക്ക് അതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ട് തന്നെയാണ് എന്നെ പോലെ ആളുകൾ കടന്നു വന്നിട്ടുള്ളതെന്ന് അറിയിക്കാന്. അതുപോലെ ഇപ്പം പെൺകുട്ടികൾക്ക് ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ പെൺകുട്ടികളെ കുറ്റപ്പെടുത്താതെ അവർക്ക് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഇനി വരുന്നൊരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഇനി വരുന്ന എന്റെ കൂടെയുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഇനി വരുന്ന ആളുകൾക്കൊക്കെ അവർക്കുള്ള ഒരു സ്വകാര്യത സംരക്ഷിക്കുന്നത് അവർക്ക് സന്തോഷമായ സ്നേഹത്തോടെ അവരുടെ തൊഴിലിടത്തില് ജോലി ചെയ്ത്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പുള്ളിക്കാരിക്ക് തുറന്നു പറയാൻ താല്പര്യം ഇല്ല എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ തന്നെയാണ് പുള്ളിക്കാരി കാരണമായിട്ട് പറഞ്ഞത്. പേര് പറഞ്ഞ് എനിക്ക് പ്രശ്നം ഉണ്ടാക്കാൻ ഒരു താല്പര്യമില്ല, പിന്നെ എന്നെ പോലുള്ള ഇനി ഒരു പെൺകുട്ടിയെ അനുഭവിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ പുള്ളിക്കാരങ്ങ് പറഞ്ഞതാണ് അല്ലെ. എന്തായാലും ഇതുകൊണ്ടൊന്നും അവതാരിക വിട്ടുകൊടുത്തില്ല കേട്ടോ. അവതാരിക ഇടയ്ക്കൂടെ വേറെ 2-3 ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അതിനുള്ള മറുപടി എല്ലാം കിട്ടിയതിന് ശേഷം നൈസായിട്ട് അങ്ങ് വേറൊരു ചോദ്യം അങ്ങ് വെച്ച് കാച്ചി നിങ്ങൾ ഉദ്ദേശിച്ച നടൻ അങ്ങ് ജയസൂര്യ അല്ലേ എന്നുള്ളത്. ആദ്യം മര്യാദയ്ക്ക് ചോദിച്ച് തുറന്നു പറയാൻ താല്പര്യം ഉണ്ടോ എന്നുള്ളത്. പിന്നെ അങ്ങ് പച്ചക്ക് തുറന്നു വെച്ചു ജയസൂര്യല്ലേ ഉദ്ദേശിച്ചെന്നുള്ള രീതിയിൽ. അന്നേരമുള്ള സോണിയുടെ മറുപടി നമുക്കൊന്ന് കണ്ടോക്കാം. സോണിയ ഒരൊറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ. സോണിയയുടെ ഈ അഭിമുഖങ്ങൾ വരുന്ന വീഡിയോകൾക്കൊക്കെ താഴെ ഒരു യുവ നടന്റെ ഫോട്ടോയും ആ രീതിയിലായ അദ്ദേഹമാണ് എന്ന പ്രചരണവും നടക്കുന്നുണ്ട്. എല്ലാവർക്കും പരിചിതനായ ആ ഒരു യുവനടൻ ആരോപണ നിഴലിലാണ്. ജയസൂര്യ എന്ന നടന്റെ ഫോട്ടോയാണ് താങ്കളുടെ ഫോട്ടോയുമായി താങ്കളുടെ ആ അഭിമുഖം പോകുന്നതിന് താഴെയൊക്കെ വരുന്നത്. താങ്കൾ പേര് പറയുന്നില്ല എന്ന് പറയുമ്പോൾ പോലും ഒരു നടൻ ആ ആരോപണങ്ങളൊക്കെ ഏറ്റുവാങ്ങുന്നുണ്ട്. അദ്ദേഹം നിരപരാധിയാണോ അല്ലയോ എന്ന സംശയം പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുന്നു. ഞാൻ ആരുടെയും പേര് എടുത്തു പറയുകയോ അങ്ങനെ അതിനു വേണ്ടി ഞാൻ പറയുന്നില്ല. കാരണം ഞാനൊരു പേര് പരമായിട്ട് എടുത്തു പറയുകയോ നിഷേധിക്കുകയോ രണ്ടിനും ഞാനില്ല. അപ്പൊ അത് എന്ന് വെച്ചാൽ അത് എന്ത് ചെയ്താലും അത് കുഴപ്പത്തിലേക്ക് വരാം. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു കുഴപ്പം പറ്റിയാണ്. ഞാൻ തന്നെ ഒരു വലിയ ട്രോമയിലൂടെ പോകുന്ന ഒരാളാണ്. ലൈഫിൽ ഒരുപാട് സങ്കീർണതകളിലൂടെ പോകുന്നതാണ്. അപ്പൊ നമ്മൾക്ക് ഇനിയൊരു ഇത് പറ്റില്ല. അതുകൊണ്ടാണ്
ഒരു വ്യക്തിയുടെ പേര് പറയുക. ഒറ്റ കാര്യം കൂടി, താങ്കൾ അനുഭവിച്ച ദുഃഖം എത്രയാണ് എന്ന് പറയുന്നുണ്ട്, എന്താണ് പ്രതികരിക്കാനിടയായ സാഹചര്യം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പോലും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഇനി ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത്, അദ്ദേഹത്തിനോട് ബന്ധപ്പെട്ടവർ എന്ന് പറയുന്നവർ നിരപരാധികളാണ്, അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് കരുതി ഒന്നും പറയരുത് എന്ന് വെക്കുകയാണ്. അപ്പോഴും ഈ ക്രൂശിക്കപ്പെടുന്ന അല്ലെ സമൂഹ മാധ്യമങ്ങളിൽ ആരോപിക്കപ്പെടുന്നയാൾ നിരപരാധിയാണെങ്കിൽ അദ്ദേഹത്തിനും ഒരു കുടുംബമുണ്ട്, അദ്ദേഹവും ആരോപണ നിഴലിലാണ്. അതിൽ വ്യക്തത വരുത്തണം എന്ന ഒരു കാര്യമുണ്ടല്ലോ. അപ്പോൾ അതല്ല എന്നുള്ളത് കൊണ്ടാണോ തുറന്നു പറച്ചിൽ അല്ലെങ്കിൽ അത് നിഷേധിക്കാത്തത്? അദ്ദേഹത്തിന് അങ്ങനെ ഒരു മാനഹാനി അദ്ദേഹത്തിനോ കുടുംബത്തിനോ തോന്നിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പൊതുസമൂഹത്തോട് എന്തിനാണ് ഇങ്ങനത്തെ ഒരു ഇതിലേക്ക് മത്സരിക്കുന്നത് അദ്ദേഹം സംസാരിച്ചത്. അതാണ് എന്തായാലും അവതാരികയുടെ ആ ചോദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ നിങ്ങളുടെ അനുഭവം പങ്കുവെച്ച് ആരാണ് നിങ്ങളെ കയറി പിടിച്ചതെന്നോ ആരാണ് നിങ്ങളുടെ മോശമായി പെരുമാറിയെന്നോ കൃത്യമായി തുറന്നു പറയാതെ ആ നടൻ ഈ നടൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നുള്ള സൂചനകൾ നൽകിയിട്ട് കോടീശ്വരം കളിക്കുന്ന സമയത്ത് ആളുകൾ എന്താക്കും, അതും ഇതും ഗസ് ചെയ്യാൻ തുടങ്ങും, വേറെ പലരിലേക്കും ആളുകൾ പോകാൻ തുടങ്ങും എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും നിരപരാധികളായിട്ടുള്ള പലരും അവിടെ ക്രൂശിക്കപ്പെടാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾ ഈ കുറെ അവിടെ ഇവിടെയുള്ള സൂചനകൾ നൽകി പറയുന്നതും പേരെടുത്ത് പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം ആളുകൾക്ക് പെട്ടെന്ന് കത്തും. അതിലും ഭേദം പേരെടുത്ത് പറഞ്ഞ് കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നതാണ്. എന്തിനാണ് വെറുതെ ആ നടൻ ഈ നടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നിരപരാധികളെ ക്രൂശിക്കുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ കൊണ്ടു ചെന്നെത്തിക്കുന്നത്? അപ്പൊ എന്തായാലും ഇവിടെ അവതാരിക അവസാനം ചോദിച്ച ചോദ്യത്തിന് സോണിയുടെ മറുപടി ജയസൂര്യ ആണെന്ന് അരക്കെട്ട് ഉറപ്പിക്കുന്ന രീതിയിലായിരുന്നു അല്ലെ? കാരണം ഇവിടെ അവതാരിക ജയസൂര്യ ആണോ എന്ന് ചോദിക്കുന്ന സമയത്ത് പുള്ളിക്കാരുടെ മറുപടി എന്താണ്? ആരാണെന്ന് പേര് ഞാൻ തുറന്നു പറയില്ല, പക്ഷെ ഞാൻ നിഷേധിക്കുന്നില്ല എന്നുള്ളത് അല്ലെ? വിച്ച് മീൻ ജയസൂര്യ ആണെന്ന് ഞാൻ തുറന്നു പറയില്ല, പക്ഷെ ജയസൂര്യ അല്ലാന്ന് ഞാൻ നിഷേധിക്കുന്നില്ല എന്നുള്ളതാണ് പുള്ളിക്കാർ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അവസാനമായ അവതാരിക ജയസൂര്യ നിരപരാധിയാണെങ്കിൽ ക്രൂശിക്കപ്പെടില്ല എന്ന് ചോദിച്ച സമയത്തുള്ള സോണിയുടെ മറുപടി എന്താണ്? അയാൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പുറത്തൊന്ന് പറയട്ടെ എന്നുള്ളത് അല്ലെ? അവിടെയും പുള്ളിക്കാരെ ഉറപ്പിക്കുകയാണ് ജയസൂര്യ ആണെന്നുള്ള രീതിയിൽ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഓരോ ദിവസവും ഓരോ പ്രമുഖന്മാരാണ് പേര് കയറിക്കൊണ്ടിരിക്കുന്നത്. മെനിഞ്ഞാന്ന് രഞ്ജിത്ത്, ഇന്നലെ സിദ്ദീഖ്, ഇന്നിപ്പോ അത് ജയസൂര്യ, ഇനിയിപ്പോ നാളെ ആരാണാവോ എന്തോ, മിക്കവാറും മുകേഷ് ആവാനായിരിക്കും സാധ്യത. കണ്ടു തന്നെ അറിയാം. എന്താണ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.